മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് എടുക്കാതിരിക്കുക. എപ്പോഴും ഗ്ലാസ് ഓവർലാപ്പ് ഇട്ട് എടുക്കുക. നമുക്ക് ഗ്ലാസ് എപ്പോഴും ഫ്രീ ആയിരിക്കണം അതിനകത്ത്. മാർക്കറ്റിൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് 5 ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് സ്റ്റീൽ വിൻഡോസിന് യൂസ് ചെയ്യുന്നത്. കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആണ്, സൺലൈറ്റ് കൂടുതൽ സൺഷെയ്ഡ് കൂടുതൽ കിട്ടാനായിട്ട്. നമുക്ക് ഗ്ലാസ് 3 to 12 വരെ ഗ്ലാസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമസ്കാരം, ഞാൻ സത്യൻ പത്മനാഭൻ ഫ്രം കടങ്ങേത്ത് എൻ്റർപ്രൈസസ്. ഏവർക്കും പണിപ്പുരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്ലാസിങ്ങിനെ കുറിച്ചാണ്. വിൻഡോസ് ആൻഡ് ഡോസിൽ ഗ്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. 2 സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ വീഡിയോസ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലാസ് ഏതൊക്കെ ടൈപ്പാണ്, അതുപോലെ ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ പകരുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് മിസ്റ്റർ കെൽവിനാണ്. അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ 16-17 വർഷക്കാലമായി ഗ്ലാസ് സപ്ലൈ രംഗത്തും അതുപോലെ ഇൻസ്റ്റാൾ ചെയ്യുന്ന രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർക്കാം. നമസ്കാരം, എൻ്റെ പേര് കെവിൻ എന്നാണ്. കോട്ടയത്താണ് എൻ്റെ സ്ഥലം വരുന്നത്. ഞങ്ങൾക്ക് ഓൾറെഡി ഗ്ലാസിൻ്റെ ഫീൽഡിലാണ് 17 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് ഗ്ലാസിൻ്റെ പ്രോജക്റ്റ് വർക്കുകളും നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നുണ്ട്. കെവിൻ, ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഗ്ലാസുകൾ ഏതൊക്കെ ടൈപ്പാണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാം. തീർച്ചയായിട്ടും. നമുക്കിതിൽ മാർക്കറ്റിൽ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് 5 ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ് സ്റ്റീൽ വിൻഡോസിന് യൂസ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് വരുന്നത് ക്ലിയർ ഗ്ലാസ്സുകളാണ് പോകുന്നത്, ഫ്ലോട്ടൽ ഗ്ലാസ്. സെക്കൻഡ് വരുന്നത് ടിൻഡഡ് ആണ് വരുന്നത്. തേർഡ് വരുന്നത് ഫ്രോസ്റ്റഡ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ റിഫ്ലക്റ്റീവ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടഫൺ യൂസ് ചെയ്യാറുണ്ട്. ഈ 5 ടൈപ്പ് ഗ്ലാസ്സസ് ആണ് കൂടുതൽ കോമൺലി പോകുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് വരുന്നത് ക്ലിയർ ഗ്ലാസ് ആണ് വരുന്നത്. ക്ലിയർ ഗ്ലാസ് വരുന്നത് വിസിബിലിറ്റി ഉണ്ട്, നമുക്ക് വൺ സൈഡ് വ്യൂ ഉണ്ട്, കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആണ്, സൺലൈറ്റ് കൂടുതൽ സൺഷെയ്ഡ് കൂടുതൽ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ആർക്കിടെക്ട്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ക്ലിയർ ഗ്ലാസസ് ആണ് ഓൾമോസ്റ്റ് ചെയ്യുന്നത്. സാധാരണ ബേസ് വിൻഡോസിലെല്ലാം ഈ ഗ്ലാസ് ആണ് കൂടുതൽ കണ്ടുവരുന്നത്. ക്ലിയർ ഗ്ലാസ് ആണ് ഇടുന്നത്. കമ്പാരിറ്റീവ്ലി വില കുറവാണ്, ചീപ്പാണ് റേറ്റ്. അതെ. സെക്കൻഡ് വരുന്നത് ടിൻഡഡ് ഗ്ലാസ് ആണ് വരുന്നത്. ബ്രൗൺ ഷെയ്ഡ്സ് ആണ് വരുന്നത് ഓൾമോസ്റ്റ് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് വിസിബിലിറ്റി കുറവാണ്. അതുപോലെ ഒരു 50% നമുക്ക് സൺഷെയ്ഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ റൂംസിലാണെങ്കിലും നമുക്ക് കൂളിങ് കാര്യങ്ങൾ കുറയ്ക്കാനായിട്ടും നമ്മളെ സഹായിക്കും. ഇത് ഓൾറെഡി ഇങ്ങനെ മാനുഫാക്ചർ ചെയ്ത് റെഡിമെയ്ഡ് വരുന്നതാണ്. നോർമലി പണ്ടുള്ള കാലങ്ങളിൽ നമ്മളിത് പ്ലെയിൻ ഗ്ലാസ് ഇട്ട് എല്ലാവരും ഫിലിം ഒട്ടിക്കുമായിരുന്നു. ടിൻഡഡ് റെഡിമെയ്ഡ് ആവശ്യമില്ല. അതെ, വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അതെ. ഇത് വരുന്നത് ഫ്രോസ്റ്റിംഗ് ഗ്ലാസ്. ഇത് നമ്മൾ സൺബ്ലാസ്റ്റ് ചെയ്യുന്ന ഗ്ലാസ്സാണ് വരുന്നത്. സൺബ്ലാസ്റ്റ് ചെയ്യുമ്പം നമുക്ക് ഇതിൽ പ്രഷർ ചെയ്താണ് സൺബ്ലാസ്റ്റ് ചെയ്യുന്നത്. നോർമൽ ക്ലിയറിൽ സൺബ്ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് മാർക്കറ്റിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകൾ വരുന്നുണ്ട്. വിസിബിലിറ്റി വളരെ കുറവാണ്. ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് ബെഡ്റൂംസ് ഉപയോഗിക്കാറുണ്ട്, കിച്ചൺ, അതുപോലെ ബാത്റൂംസ്, പാർട്ടീഷൻസ്, അങ്ങനെയുള്ള പർപ്പസിനെല്ലാം ഉപയോഗിക്കാറുണ്ട്. പിന്നെ റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഉണ്ട് നമുക്ക്. റിഫ്ലക്റ്റീവ് ഗ്ലാസ് വരുന്നത് ഓൾറെഡി ബ്രൗൺസ് ആൻഡ് ഗ്രേ കളറിലാണ് വരുന്നത്. അതിന് കളേഴ്സ് ഉണ്ട്, ഗ്രീൻ, ബ്ലൂ, ബ്രൗൺസ്, ഗോൾഡൻ, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. അത് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതനുസരിച്ച് പല ഷെയ്ഡിൽ അവർക്ക് ഇടാം. ടഫൺ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സേഫാണ്. അത് കൂടുതലും അൺസൈസ് ഗ്ലാസ്സുകളൊക്കെയാണ് കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ടഫണിൽ നമുക്ക് ഡോറ് അതുപോലെ ഗ്രില്ലില്ലാത്ത പർപ്പസിലൊക്കെ നമുക്ക് ടഫൺ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമുക്ക് സേഫ് ഉണ്ട്, കൂടുതൽ ഇഞ്ചുറീസ് ഒന്നും വരത്തില്ല. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് അതിനകത്തുണ്ട്. ഇനി നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് കൂടി. മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാതിരിക്കുക. എപ്പോഴും ഗ്ലാസ് ഓവർലാപ്പ് ഇട്ട് എടുക്കുക. നമുക്ക് ഗ്ലാസ് എപ്പോഴും ഫ്രീ ആയിരിക്കണം. അതിനകത്ത് ടൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലാസ് ബ്രേക്കബിൾ ആവും. എന്താണെന്ന് പറയുന്നത്, നമ്മുടെ കാലാവസ്ഥയ്ക്ക് ചൂടുണ്ട്, ബ്രേക്ക് ആവും. അല്ലെങ്കിൽ ഒരു കാറ്റ് വന്ന് ജസ്റ്റ് വിൻഡോ അടഞ്ഞാലും ബ്രേക്ക് ആവും. അപ്പം എപ്പോഴും ഗ്ലാസ് എപ്പോഴും ഫ്രീ ആയിട്ട് അതിനകത്ത് ഉണ്ടാകണം. അതിന് നമ്മളെപ്പോഴും ഫ്രീ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എപ്പോഴും സിലിക്കോൺ വെച്ചായിരിക്കും ഫില്ല് ചെയ്യുന്നത്. ചിലർ റബ്ബർ ഇടാവുന്നൊക്കെ പ്രിഫർ ചെയ്യാറുണ്ട്. പക്ഷേ റബ്ബർ ഇടാനുള്ള ഗ്യാപ്പ് ഇതിലില്ലാത്തതുകൊണ്ട് നമ്മൾ കോമൺലി ചെയ്യുന്നത് ക്ലിയർ സിലിക്കോൺ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആകുമ്പോൾ നമുക്ക് ഏത് കളറിനോട് മാച്ചിങ് ആണ്, അറിയത്തുമില്ല. സിലിക്കോൺ ക്ലിയർ അടിച്ചു കഴിഞ്ഞാൽ
ഫില്ലിംഗ് ആയിട്ട് നിന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ മെഷർമെൻ്റ് എടുക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. മെഷർമെൻറ്റ് നോർമലി എടുക്കുന്നത് സെൻറ്റിമീറ്ററിലോ എമ്മത്തിലോ ആണ് നോർമലി മെഷർമെൻറ്റ് എടുക്കുന്നത് ഗ്ലാസിൻ്റെ. അതിൽ നമ്മൾ ചിലർ ഇഞ്ചസിൽ എടുക്കാറുണ്ട്. കൂടുതലും ആർക്കിടെക്ട്സോ എഞ്ചിനീയേഴ്സോ പ്രിഫർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും. ആക്യുറസി കുറച്ചും കൂടി കറക്റ്റ് ആക്കാം. അതെ അതെ. പിന്നെ മാർക്കറ്റിൽ കൂടുതലായിട്ട് എല്ലാവർക്കും ഷോപ്പുകളിലാണെങ്കിലും അവർക്ക് കൊടുത്താൽ മെഷർമെൻറ്റ് കട്ട് ചെയ്യാനും ഇതിനൊക്കെ കറക്റ്റ് എമ്മത്തിലോ അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിലാണെങ്കിലായിരിക്കും കുറച്ചും കൂടി സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ തിക്നെസ് ഇപ്പോൾ ഡോറിലും വിൻഡോസിലൊക്കെ പല തിക്നെസ്സിൽ ഗ്ലാസ് ഉപയോഗിക്കാറുണ്ടല്ലോ, അതെങ്ങനെയാണ് കോമൺലി വരുന്നത്? ഗ്ലാസിൻ്റെ തിക്നെസ് വരുന്നത് 3 to 12 ആണ് നോർമലി ഗ്ലാസിൻ്റെ തിക്നെസ് വരുന്നത്. നമുക്ക് സ്റ്റീൽ വിൻഡോസിലും ഡോറിലും കൂടുതലും 4+3 അല്ല സോറി 4+5 ആണ് നോർമലി ഉപയോഗിക്കുന്നത്. അതായത് വിൻഡോസിൽ 4mm, ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ 5mm ആണ് നോർമലി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് തിക്നെസ് ഉള്ള ഗ്ലാസ് ഉപയോഗിക്കണം എന്ന് ചില കസ്റ്റമർ പ്രിഫർ ചെയ്യാൻ നമുക്ക് എന്താണ്? അങ്ങനെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. ചോദിച്ചാൽ അത് നമ്മൾ ആദ്യമേ ഫ്രെയിം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കമ്പനിക്ക് അവരോട് ഇത് ഓൾറെഡി പ്രിഫർ ചെയ്യുക, തിക്നെസ് കൂടിയ ഗ്ലാസ്സുകൾ ഞങ്ങൾക്ക് വേണമെന്ന്. അപ്പോൾ അതിനുള്ള പ്രൊഫൈലിട്ട് കമ്പനി അത് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നെ ഈ പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മെഷർമെൻ്റ് എടുക്കുമ്പോഴും അത് ഫിക്സ് ചെയ്യുമ്പോഴും ഒക്കെ അതിലേക്കും കൂടി ഒന്ന്. പ്രാക്ടിക്കലി നമ്മൾ ഗ്ലാസിൻ്റെ എപ്പോഴും മെഷർമെൻറ്റ് എടുക്കുമ്പം എപ്പോഴും കറക്റ്റ് ടൈറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാതെ എപ്പോഴും അതിൽ നിന്നൊരു ഓവർലാപ്പ് ലൂസ് ഇട്ട് ഗ്ലാസ് മെഷർമെൻറ്റ് എടുക്കുക. നമുക്കെപ്പോഴും ഗ്ലാസ് അതിനകത്ത് എപ്പോഴും ഫ്രീ ആയിട്ട് ഇരിക്കണം. ടൈറ്റ് ആയി കഴിഞ്ഞാൽ എപ്പോഴും ബ്രേക്കബിൾ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമ്മുടെ ക്ലൈമറ്റിന് ചേഞ്ചിങ്, പിന്നെ ജസ്റ്റ് ഒരു കാറ്റ് വന്ന് അടിച്ചാലൊക്കെ ഗ്ലാസ് ബ്രേക്ക് ആവും. അപ്പോൾ എപ്പോഴും ഗ്ലാസ് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കണം. പിന്നെ നമ്മൾ അതിൻ്റെ 4 സൈഡും ഓൾറെഡി സിലിക്കോൺ അടിച്ചാണ് ഫില്ല് ചെയ്യുന്നത്. ഫില്ലിങ്ങിൽ തന്നെ അത് അത്യാവശ്യം സ്മൂത്തായിട്ട് ഇരുന്നു. പിന്നെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഈ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ഓരോ ഫ്രെയിമും ഒരേപോലെ ആയിരിക്കണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ ഓരോ ഫ്രെയിമിൻ്റെ മെഷർമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പം വിൻഡോസ് കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുമെങ്കിലും ഒരു റൂമിൽ തന്നെ 2 സൈഡിലുള്ള വിൻഡോസിനും 2 അളവായിരിക്കാം. ഈ എമ്മത്തിലുള്ള വ്യത്യാസമേ കാണുള്ളൂ. പക്ഷേ അത് ഒരേ മെഷർമെൻറ്റ് തന്നെ എടുത്ത് നമ്മൾ ഇൻസുലേഷൻ ചെയ്യാൻ ചെല്ലുമ്പോൾ അതിനകത്ത് മെഷർമെൻറ്റ് വേരിയേഷൻ കാണും. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് മാർക്കിങ് ഏത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്പർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ല. നമ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഒരു സൈഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് എളുപ്പമുണ്ട്. അല്ലെങ്കിൽ അത്രയും ഡിലേ വർക്കിനകത്ത് വരും ഓരോന്നും ചെയ്ത് വരുമ്പോൾ. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഫിനിഷിങ്ങിനെ സംബന്ധിച്ചോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ? ഫിനിഷിനെ സംബന്ധിച്ചോളം എനിക്ക് സൈറ്റിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഇതെന്ന് പറയാനായിട്ട്, പെയിൻറ്റിങ്ങിന് വരുമ്പം ഈ നമ്മുടെ ഈ പിൻ ടൈപ്പ് ഹിഞ്ചസും വരുന്നുണ്ട്. ഇപ്പം നോർമൽ ഹിഞ്ചസ്, ബട്ടർഫ്ലൈ ടൈപ്പ് ഹിഞ്ചസും വരുന്നുണ്ട്. അപ്പം പിൻ ടൈപ്പ് ഹിഞ്ചസ് ആകുമ്പം പെയിൻറ്റിങ്ങുകാർക്ക് വരുമ്പം കുറച്ചും കൂടി സൗകര്യം പിൻ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ പെയിൻ്റ് അടിക്കാനും ഒക്കെ എളുപ്പം നോർമൽ പിൻ ടൈപ്പ് ആയിരിക്കും. അപ്പം ഇവർ അതെല്ലാം ഊരിയിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റിനൊരു പ്രശ്നം വരുന്നത്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആ ഒരു സീറ്റിങ് ആവത്തില്ല. എന്താ ഒന്നെങ്കിൽ ഹുക്ക് കയറത്തില്ല, അല്ലെങ്കിൽ ഡോറ് ചേരത്തില്ല, അങ്ങനെ പല ഇഷ്യൂസ്, അല്ലെങ്കിൽ ഗ്യാപ്പ് വരും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കഴിവതും നമ്മളങ്ങനെ ഊരി എടുക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഇട്ട് ഊരുക, കൃത്യമായിട്ട് ചെയ്യുക, അതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക്, അല്ലെങ്കിൽ അത്രയും ഡിലേ വർക്കിനെ അത് അഫക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ ഡിലേ വരും. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്ലാസിങ്ങുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഇൻഫർമേഷൻസ് ആണ്. കെവിൻ, ഹൈലി എക്സ്പീരിയൻസ് ആയുള്ള കെവിൻ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച എക്സ്പീരിയൻസ് നമ്മളുമായി ഷെയർ ചെയ്തു. തീർച്ചയായും ഈ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഗുണപ്പെട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അടുത്ത ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. ഞാൻ സത്യൻ പത്മനാഭൻ, സൈനിങ് ഓഫ്. താങ്ക് യു.